അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഈ ഒരു പൊന്നുമോളുടെ മുഖം കാണുമ്പോൾ തന്നെ പടച്ചറബ്ബേ, നമ്മുടെയൊന്നും ആരുമല്ലാതായിട്ട് പോലും ഈ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പടച്ചറബ്ബേ? പൊന്നെ, നിന്റെ മുഖം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ പടച്ചറബ്ബേ. ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും? അവർക്കിത് താങ്ങാനുള്ള ശക്തി കൊടുക്കണേ പടച്ചറബ്ബേ. ആ മോളുടെ മുഖം കണ്ടപ്പോൾ നെഞ്ചിലൊരു പിടച്ചൽ. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞു മരണപ്പെട്ടിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ ആദ്യ പിറന്നാൾ ദിവസം. പിറന്നാൾ ആഘോഷിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പിന്നെ കേട്ടത് ആ പൊന്നുമോളുടെ മരണവിവരമായിരുന്നു. വല്ലാത്തൊരു നെഞ്ചിടിക്കുന്ന വാർത്തയായി പോയി ഇത്. ഈ അടുത്തായിട്ട് അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ പുതുവത്സരത്തിന്റെ ആ ഒരു സമയത്ത് 2026 വരവേൽക്കാൻ നിന്ന ഒരുപാട് ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആഘോഷങ്ങളുടെ തിടക്കത്തിൽ, ആ ഒരു ആഹ്ലാദത്തിൽ അവരെ തന്നെ മറന്നു. കള്ളുകുടിച്ചും കൂത്താടിയുമുള്ള ആഘോഷമായിരുന്നു. മദ്യലഹരിയിൽ ഒരുപാട് ചെറുപ്പക്കാര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പുതുവർഷത്തിൽ. പടച്ചറബ്ബ് അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചറബ്ബ് കൊടുക്കുമാറാകട്ടെ. ഈ പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂര് വരടിയത്ത് ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ വെറും 1 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു കുഞ്ഞാണ് മരണപ്പെട്ടു പോയത്. ഒന്നാം പിറന്നാൾ ആഘോഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമായിരുന്നു ആ കുടുംബം. ആ ഒരു സമയത്താണ് ആ ഒരു പൊന്നുമോളുടെ അതിദാരുണമായ മരണമുണ്ടായത്. എത്രയെത്ര കുടുംബങ്ങളാണ് ഇന്ന് കണ്ണീരിലായത്? എത്രയെത്ര മക്കളാണ് മരണപ്പെട്ടു പോയത്? പ്രിയപ്പെട്ടവരെ, മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെ നമ്മൾ കണ്ടതാണ്. മാനസിക നില വരെ തെറ്റിയ അവസ്ഥയിൽ ഈ ഒരു ജീവിതകാലം മുഴുവനും അതോർത്ത് സങ്കടത്തിലായിരിക്കും അവർ. പടച്ചറബ്ബ് അവരുടെ മുന്നോട്ടുള്ള ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വരടിയത്തുള്ള അമ്മ വീട്ടിൽ നിന്ന് ഇരവിമംഗലത്തെ വീട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ അപകടം നടക്കുന്നത്. നവീകരണ ജോലിയുടെ ഭാഗമായി റോഡരികിൽ കൂട്ടിയിട്ട മൺകൂനയിൽ കയറിയാണ് ഇവര് സഞ്ചരിച്ച ഓട്ടോ മറിയുന്നത്. മണ്ടൂർ റോഡിൽ മാസങ്ങളായി നടക്കുന്ന ജോലിയുടെ ഭാഗമായി റോഡിന്റെ ഒരു വശത്ത് ഓവുചാലിനോട് ചേർന്ന് കുറെ ദൂരം മൺകൂനയായി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഇവര് സഞ്ചരിച്ച ഓട്ടോ ആ മൺകൂനയിൽ പിൻചക്രം കയറി ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ഓട്ടോയിലുണ്ടായ ഡ്രൈവർ അടക്കം എല്ലാവരും തെറിച്ചു വീഴുകയായിരുന്നു. ഈ വീഴ്ചയിൽ ആ പൊന്നുമോളുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകടത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തര ചികിത്സകളൊക്കെ നടത്തി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. തലക്ക് പരിക്ക് പറ്റിയാൽ പിന്നെ രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ബൈക്കിലൊക്കെ പോകുമ്പോൾ ഹെൽമറ്റ് വെക്കാൻ പറയുന്നത്. ഇരവിമംഗലം നടുവിൽ പറമ്പിൽ റിൻസന്റെയും റിൻസിയുടെയും മകൾ എലിമയാണ് ഇതുപോലെ മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും 5 നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണേ. നമ്മൾ എന്നും പറയുന്നതാണ്. പടച്ചറബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ കൊടുക്കണേ റബ്ബേ. ഇനി മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുഞ്ഞുമക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.